ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്ന വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് തന്നെയുള്ള, അതായത് തിരുവനന്തപുരത്തിൻ്റെ അടുത്തുള്ള പൊന്മുടിക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന സീതാ തീർത്ഥം. അവിടെ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അവിടെ പൊതുജനങ്ങൾക്കും അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്കുമൊക്കെ പ്രവേശനമുള്ളൂ. 2025 ജനുവരി 14 ദിവസമായിരുന്നു ആ ദിവസം. അന്ന് നമ്മൾ സീതാതീർത്ഥം കാണാനും അതുപോലെ തന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അന്ന് അവിടത്തേക്ക് വരുന്നവർക്ക് പാസ് ഇല്ല. ഫസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് അവർ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അവിടെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ നിന്നൊരു സ്റ്റിക്കർ വാഹനത്തിൽ ഒട്ടിച്ചേരും. അതിനുശേഷം നമുക്ക് മുകളിലേക്ക് കയറി വരാവുന്നതാണ്. പൊന്മുടി ഹിൽ ടോപ്പിൽ പോകുന്ന പോലെ തന്നെ നമുക്ക് ഏറ്റവും മുകളിൽ വന്നതിന് ശേഷം വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഈ സ്ഥലം കാണുമ്പോൾ മനസ്സിലാവും ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ. അവിടെ നിന്ന് നമ്മൾ ഈ കാണുന്ന വഴിയാണ് നമുക്ക് അകത്തേക്ക് പോകാനുള്ളത്. ഞാനും രാവിലെ തന്നെ ഇവിടെ എത്തി. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വന്നിട്ടുണ്ട്. ഇതുവഴി അകത്തേക്ക് പോയിട്ടുണ്ട്. പോയ ആൾക്കാർ തിരിച്ചും വരുന്നുണ്ട്. ഇതിൻ്റെ ഐതിഹ്യം പറയുന്നത് രാമനും സീതയും ലക്ഷ്മണനും വനവാസകാലത്ത് ഇവിടെ ഈ പ്രദേശത്ത് വരികയും ഇവിടെ നിന്ന് സീത കുളിക്കുകയും സ്നാനം ചെയ്യുകയും ചെയ്തു. അത് കാരണമാണ് ഇവിടെ സീതാ തീർത്ഥം എന്ന് പേര് വരാൻ കാരണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ കാൽപ്പാടുകൾ പതിഞ്ഞ പാറയും ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. പോകുന്ന വഴി വളരെ മനോഹരമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അനുഭവം തന്നെയാണ്. അത് കാണാത്തതിൽ വിഷമപ്പെടേണ്ട. നമ്മുടെ ട്രാവൽ ഡയറി എന്ന് പറയുന്ന നമ്മുടെ യാത്രാ ചാനലിൽ അത് ഉടൻ തന്നെ വരുന്നതായിരിക്കും. നമ്മുടെ ഈ യാത്രയുടെ ഫുൾ എപ്പിസോഡ് വരുന്നതായിരിക്കും. ആ കാട്ടിനകത്തൂടെയുള്ള നടത്തങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ നടന്ന് സീതാ തീർത്ഥത്തിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് സീതാ തീർത്ഥ കുളം എന്ന് പറയുന്ന ആ ഒരു സ്ഥലം. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, ഭക്തജനങ്ങൾ അതുപോലെ തന്നെ കാണാൻ വേണ്ടി വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ കൂടിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ചെരുപ്പുകൾ ഇട്ടതിന് ശേഷം നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റും. ഈ ഒരു പ്രത്യേക ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ ആഘോഷ പരിപാടികളൊക്കെ ഇവർ ക്രമീകരിക്കുന്നത്. പ്രത്യേക കെട്ടിടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിനു വേണ്ടി അവർ ഈറയിലും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് കെട്ടി ഉയർത്തിയ കെട്ടിടങ്ങൾ മാത്രമാണുള്ളത്. ഇപ്പോൾ നടക്കാൻ പോകുന്നത് മെയിനായിട്ട് പൊങ്കാലയാണ്. ഇത് മാത്രമല്ല, ഇന്നത്തെ ദിവസങ്ങളിൽ വരിവരിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അവരുടെ പൂജകളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ ആൾക്കാരും മെഡിക്കൽ ടീമും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. കാരണം നല്ല കാറ്റ് വീശുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ വെയിലുണ്ട്. അപ്പോൾ തീ കത്തിക്കുമ്പോൾ തീ പടരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ വളരെ വ്യക്തമായിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം എടുത്തിട്ടുണ്ട്. അവർ നന്നായിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മളെ കൂട്ടത്തിലുള്ള മീഡിയ ടീംസും നമുക്ക് കുറേ കൂട്ടുകാരെ നമുക്കിവിടെ കാണാൻ പറ്റി കേട്ടോ. അറിയാവുന്ന ആൾക്കാരൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റി. അതും ഒരു സന്തോഷമാണ്. സ്ഥിരം വരുന്ന ആൾക്കാരുമുണ്ട്, പിന്നെ ഇത് കേട്ടും കണ്ടും അറിഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്. ഒത്തിരി ദൂരത്ത് നിന്ന് ഇവിടെ വരുന്ന ആൾക്കാരുമുണ്ട്. ഈ കാണുന്ന ടീംസൊക്കെ നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ്. നിങ്ങൾ എവിടെ പറഞ്ഞ നേരത്തെ എത്തിയാ? എന്തുകൊണ്ടും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച. കാരണം കാടിന് ഇടയിലൂടെ നടന്ന് നമ്മൾ ഒരു വിജനമായ ഒരു സ്ഥലത്ത് വരുമ്പോൾ ചുറ്റും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. അവിടെ ഇത്രത്തോളം വലിയൊരു ജനക്കൂട്ടവും അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളോ ആചാരങ്ങളോ ഒക്കെ അല്ലേ. അത് വർഷത്തിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയും സവിശേഷതയൊക്കെ. നമ്മുടെ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങും അതുപോലെയാണ്. വർഷത്തിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് സീസൺ ടിക്കറ്റൊക്കെ ഉള്ളത്. നമ്മളും ആ യാത്രയ്ക്ക് പോകാൻ വളരെ താല്പര്യത്തോടു കൂടി നിൽക്കുകയാണ്. നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഹെൽപ്പുകൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അറിവുകളുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക. എന്തായാലും ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരത്ത് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഇനിയും ഉണ്ട്, ഒരുപാടുണ്ട്. അതിലൊന്നാണ് നമ്മളെ സീതാ തീർത്ഥം എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ പൊങ്കാല അങ്ങനെയുള്ള അവരുടെ വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുകയാണ്. ഒരുപാട് ആൾക്കാർ അതിൻ്റെ സാക്ഷിയായിട്ട് വന്നിട്ടുണ്ട്. ഭക്തജനങ്ങളും ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വലുതായിട്ട് അറിയാത്തത് കൊണ്ടാണ് പിന്നെ ഞാൻ അതിൻ്റെ കൂടുതലൊന്നും പറയാത്തത്. അവരുടെ പൂജ കാര്യങ്ങളൊക്കെ പത്രത്തിൽ വരിവരിയായിട്ട് ഓരോന്ന് എഴുതിയിട്ടുണ്ട്. അവരുടെ കാര്യസാധ്യം നേടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയാൽ വന്ന വിശ്വാസികൾ ഒരുപാടുണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബേഴ്സും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് അതിലേറെ വളരെ സന്തോഷം. കാര്യം നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്, അവർ അഭിപ്രായം പറഞ്ഞു. അത് വളരെ സന്തോഷമായി. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് നമുക്ക് വളരെ സന്തോഷം ഉളവാക്കുന്നതാണ്. ഇത് 2025 ഈ ഒരു സ്ഥലം അല്ലെങ്കിൽ ഈ ഒരു ദിവസം മാത്രം ഉണ്ടായിരുന്നു നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റി, നിങ്ങളിലേക്ക് എത്തിക്കാനും പറ്റി.
അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഒരു ചെറിയ കമൻ്റ് ആയിരിക്കും നമ്മുടെ അടുത്ത വീഡിയോയുടെ ഒരു എനർജി എന്ന് പറയുന്നത്. എന്തായിരുന്നാലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ യാത്രയുടെ ഫുൾ എപ്പിസോഡ് നമ്മുടെ ട്രാവൽ ഡയറി യൂട്യൂബ് ചാനലിൽ ഉടൻ വരുന്നതായിരിക്കും. ഇപ്പോൾ അപ്ലോഡഡ് അല്ല, ഉടനെ വരുന്നതായിരിക്കും. എന്തായിരുന്നാലും അത് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്, എപ്പിസോഡാണ്. ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള ഫുള്ള് വിവരങ്ങൾ നമ്മൾ അതിൽ പറയുന്നതായിരിക്കും. അതും മിസ് ചെയ്യേണ്ട. അടുത്ത ഒരു വിശേഷമായിട്ട് നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവർക്കും ബൈ. നമുക്കെന്തായിരുന്നാലും ഇനി നമുക്കിവിടെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ടെ ഇവിടെ വ്യൂ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ആൾക്കാരൊക്കെ 4 സൈഡിലും പോകുന്നുണ്ട്. വലിയ റിസ്ക് ഒന്നുമില്ല. ഈ പാറക്കല്ലുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ നോക്കി നടന്നാൽ മാത്രം മതി. ഉണ്ടോ, കാട്ടുപോത്തായിരിക്കില്ലേ. എന്തായിരുന്നാലും ആരും ഇവിടെ പശുവിനെ കൊണ്ട് കെട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ പൊങ്കാല കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നില്ല. നമ്മുടെ തിരുവനന്തപുരത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഒരുപാട് ഫെസ്റ്റിവൽ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ കൂടെ പോകുന്നത്. ഇങ്ങനെയും ഒരു കാര്യം നമ്മുടെ തിരുവനന്തപുരത്ത് ഉണ്ട്. ഒരു ദിവസം മാത്രമായി വർഷത്തിൽ ഭക്തജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുക, അല്ലെങ്കിൽ ആൾക്കാർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്തെ ഒന്ന് പരിചയപ്പെടുത്തുക, എന്താണ് അവിടുത്തെ സംഭവങ്ങളൊന്ന് കാണിച്ചു തരിക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അടുത്തൊരു വിശേഷമായിട്ട് കാണാം. ബൈ.